നമസ്കാരം. പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുകയാണ്. പുതിയൊരു മലയാള മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് കുംഭം 1. ഇന്ന് രാശിഫലയിൽ തെളിഞ്ഞ പ്രശ്നം വെച്ചപ്പോൾ രാശിഫലയിൽ തെളിഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് പ്രശ്നവിധി പ്രകാരം കാര്യങ്ങൾ അനുകൂലമാണ്. എന്നാൽ ഇവർ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചും ഇവർക്ക് ഈ മാസം സംഭവിക്കുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഈ മാസം ഏറ്റവും ശുഭകരമായി തീരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന ഒരു മാസം തന്നെയാണ്. തൊഴിൽപരമായ അല്ലെങ്കിൽ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ പലപ്പോഴും ആ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങളുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. നഷ്ടപ്പെട്ടതായ പല കാര്യങ്ങളുമുണ്ട്. അത് തിരികെ ലഭിക്കുകയോ അതിന് മുകളിലുള്ള കാര്യങ്ങൾ സ്വന്തമാക്കുകയോ ചെയ്യാം. ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നുള്ള അവസരങ്ങൾ, ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. സന്തോഷകരമായ കുടുംബജീവിതം, പുതിയ കാര്യങ്ങൾ ആരംഭിക്കുക, കൂടാതെ മനസ്സിലുള്ള പലവിധ സ്വപ്നങ്ങൾ നടക്കുക, മനപ്രയാസങ്ങൾ ഒരു പരിധിവരെ അകലുക, സാമ്പത്തികപരമായ അഭിവൃദ്ധി വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ മംഗളകരമായ പല കാര്യങ്ങളും തേടി വരികയും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തണം. ഭഗവാനെ കൂവളമാലയും ധാരയും പിൻവിളക്കം നടത്തി പ്രാർത്ഥിക്കുക. ഈ മാസം കൂടുതൽ ശുഭകരമായി തീരും. രോഹിണി നക്ഷത്രക്കാർക്കും പ്രശ്നവതിയാൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ഒരു മാസമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം സർവകാര്യ വിജയങ്ങൾ തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഏത് കാര്യത്തിനായി ഇറങ്ങി പുറപ്പെടുകയാണ് എങ്കിലും ആ കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ നൽകുന്നതായ ഒരു മാസമാണ് എന്ന് തന്നെ പരാമർശിക്കാം. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ, പുതിയ സംരംഭങ്ങൾക്ക് ഇറങ്ങി തിരിക്കുകയാണ് എങ്കിൽ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുക. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, കൂടാതെ വർദ്ധിക്കുന്നതായ കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് സമ്പത്ത് തുടങ്ങിയ കാര്യങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. പ്രധാനമായും നിങ്ങൾ മൂലം കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കാം. അത് ഒപ്പം നിൽക്കുന്നവർക്കാണ് എങ്കിലും അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങൾ മൂലം വന്നു ചേരാം. വിജയങ്ങൾ വർദ്ധിക്കാം. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ സമയം. രക്ഷപ്പെടാൻ സാധ്യത കൂടുതലുള്ള ഒരു മാസം തന്നെയാണ് ഇത്. ഈ സമയം പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ക്രമാതീതമായി അനുകൂലമായി തീരും. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാണ്. ശുഭവാർത്തകൾ, ശുഭകാര്യങ്ങൾ കേൾക്കുക, സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. തീർച്ചയായും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. കടും പായസം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം രക്തപുഷ്പാഞ്ജലി കൂടി നടത്തി പ്രാർത്ഥിക്കുക. ഈ മാസം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തന്നെ ഭവിക്കും. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവിധിയാൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്നു എന്ന് തന്നെ പരാമർശിക്കാം. കാരണം കുംഭമാസത്തിൽ ജീവിതത്തിൽ വളരെയധികം വഴിത്തിരിവുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. മനസ്സിൽ കൊണ്ടു നടക്കുന്നതായ പലവിധ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അവസരങ്ങൾ ആ ദിവസങ്ങളാണ് കടന്നു വരിക. ഭാവിയെക്കുറിച്ചുള്ള പലവിധ ആശങ്കകൾ, ടെൻഷനുകൾ നിങ്ങൾക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. പുറത്ത് കാണിക്കാൻ സാധിക്കാത്തതായ പലവിധ പ്രശ്നങ്ങൾ മനസ്സിലുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. പരിഹാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുന്നതായ മാസമായി തന്നെ മാറാം. പ്രതിസന്ധികൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യമാണ് ഉള്ളത്. കാരണം മുൻപ് തൊടുന്നതെല്ലാം തന്നെ പ്രതിസന്ധികളായി മാറുന്ന സാഹചര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നതായ സമയമാകുന്നു. സന്തോഷം ജീവിതത്തിലേക്ക് വന്നു ചേരാം.
സ്വർഗതുല്യമായ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കാര്യങ്ങൾ അനുകൂലമായി തീരും. മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കുക, ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരുക, പ്രതീക്ഷിച്ചതായി ധനം ലഭിക്കുക, ജോലിയുമായി ബന്ധപ്പെട്ട ഉയർച്ച, കൂടാതെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക, പുതിയ ജോലി ലഭിക്കുക, വിദ്യയിൽ ഉയർച്ച നേടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഈ സമയം പ്രധാനമായും നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് പാൽപായസവും അതോടൊപ്പം ഭാഗ്യസൂക്തവും തുളസിമാലയും ചാർത്തി പ്രാർത്ഥിക്കുക. തീർച്ചയായും ഈ മാസം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവിധിയാൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ഒരു മാസമായി തന്നെ പരാമർശിക്കാം. കാരണം ഈ സമയം മനസ്സിലെ പലവിധ ആഗ്രഹങ്ങൾ നടക്കുകയോ നിങ്ങൾ വിചാരിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുകയോ ചെയ്യാം. കൂടാതെ നഷ്ടപ്പെട്ടതായ ചില കാര്യങ്ങൾ തിരികെ പിടിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും അഥവാ ആഗ്രഹ സാഫല്യം വന്നു ചേരുക, ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നേടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. നിങ്ങളുടെ പ്രവൃത്തി മേഖലയുമായി ബന്ധപ്പെട്ട് കർമ്മ മണ്ഡലവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ, തടസ്സങ്ങൾ ഒഴിയുക, കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കാര്യവിജയങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു. കാര്യ തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. പുതിയ കാര്യങ്ങൾ തുടങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. മനപ്രയാസങ്ങൾ ഒരു പരിധി വരെ അകന്നു പോകും. മനസ്സിൽ പുറത്തു പറയുവാൻ സാധിക്കാത്തതായ മനപ്രയാസങ്ങളുണ്ട്, അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. കൂടാതെ സാമ്പത്തികപരമായ അഭിവൃദ്ധി വന്നു ചേരാം. മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് തേടി വരാവുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. അത് നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. എന്നാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഈ സമയം ഗണപതി ഭഗവാനെ നിങ്ങൾ ആരാധിക്കണം എന്ന് തന്നെയാണ്. അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ഗണപതി ഹോമവും അതോടൊപ്പം തലയ്ക്കൊഴിഞ്ഞ് ഒരു നാളികേരം കൂടി ഉടയ്ക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. സാധിക്കുമെങ്കിൽ കറുകാമാല കൂടി ഭഗവാനെ ചാർത്തുക. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീർന്നിരിക്കുന്നതായ ഒരു മാസം. കുംഭമാസം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ ഒരു മാസമായി തീരും. പ്രശ്നവിധിയാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. പല കാര്യങ്ങളിലും ഇറങ്ങിത്തിരിക്കുകയും പരാജയങ്ങൾ നേരിട്ട് വളരെയധികം വിഷമകരമായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. എങ്കിൽ പോലും മാറ്റങ്ങൾ വന്നു ചേരാം. സർവകാര്യ വിജയങ്ങൾ തന്നെ തേടിയെത്താം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല വിധത്തിലും അനുകൂലമായ ഫലങ്ങൾ, ഭാഗ്യം തുണയ്ക്കുക, രാജയോഗ തുല്യമായ ഫലങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഐശ്വര്യങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. വിജയങ്ങൾ വർദ്ധിക്കാം. ഈശ്വര കടാക്ഷം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ രക്ഷപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വീടിന് സൗഭാഗ്യം നൽകുവാൻ സാധിക്കും. ഒപ്പം നിൽക്കുന്നവർക്ക് സൗഭാഗ്യം നൽകുവാൻ സാധിക്കും. പലവിധ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ജോലിക്കായുള്ള ശ്രമങ്ങൾ അത് വിജയം കാണും എന്ന കാര്യവും ഓർക്കുക. ഭാവിയെക്കുറിച്ചുള്ള പലവിധ ആശങ്കകൾ, തെറ്റായ പലവിധ ചിന്തകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ, കുതിക്കുവാൻ സാധിക്കുന്നതായ സമയമായി തന്നെ മാറും. ഈ സമയം പ്രധാനമായും അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തീർച്ചയായും ഭഗവാനെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അതോടൊപ്പം ഭഗവാന് ധാരയും പിൻവിളക്കും കുവളമാലയും ചാർത്തി പ്രാർത്ഥിക്കുക. ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമാകുന്ന സാഹചര്യമാണ് വന്നു ചേരുക. തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം അധിക പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും. കഴിവ് തെളിയിക്കുവാൻ സാധിക്കും. തൊഴിലെടുത്ത് സന്തോഷകരമായ വാർത്തകൾ, ശുഭവാർത്തകൾ, ശുഭമുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉദ്ദിഷ്ടകാര്യ സിദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഭാഗ്യദേവത പല അവസരങ്ങളിലും കടാക്ഷിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. ബിസിനസ് പരമായ വളർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിദ്യയിൽ ഉയരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മുടങ്ങിക്കിടക്കുന്നതായ പല കാര്യങ്ങളും
നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. വീടിന് തന്നെ ഐശ്വര്യമായി മാറുന്ന സാഹചര്യങ്ങൾ, ശുഭമുഹൂർത്തങ്ങൾ നിങ്ങളെ തേടിയെത്താം. കൂടാതെ സന്താനയോഗം, മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പൊതുവിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായി തീരും. തീർച്ചയായും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ഭാഗ്യസൂക്തം നടത്തി പ്രാർത്ഥിക്കുക. തുളസിമാല ചാർത്തുകയും പാൽപായസം കൂടി വഴിപാടായി നടത്തുക. ഈ മാസം നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. കാരണം ഏർപ്പെടുന്നതായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. എന്നിരുന്നാൽ പോലും ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം പല വിധത്തിലുള്ള വഞ്ചനകൾ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ്. സമയം തെളിഞ്ഞു എന്ന് തോന്നുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഐശ്വര്യവും ഉയർച്ചയും വന്നു ചേരാം. യശസ്സും സൽകീർത്തിയും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. തലവര തെളിഞ്ഞു എന്ന് തന്നെ പരാമർശിക്കാം. സന്തോഷകരവും ഐശ്വര്യവും കടന്നു വരുന്ന കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും. പൊതുപ്രവർത്തനം, ബിസിനസ്, വിദ്യയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചാൽ പോലും ആ കാര്യങ്ങൾ പോലും അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. വീടിന് ഐശ്വര്യവും സന്തോഷകരമായ നിമിഷവും നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കും. പൊതുവിൽ ഈ സമയം സന്താനയോഗം പോലും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ ഭദ്രകാളിയെ ആരാധിക്കുക. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അമ്മയ്ക്ക് കടും പായസം നടത്തി പ്രാർത്ഥിക്കുക. അതോടൊപ്പം രക്തപുഷ്പാഞ്ജലി കൂടി നടത്തി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഈ മാസം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതായ സമയമാകുന്നു. പുതിയ തൊഴിലിനായുള്ള ശ്രമങ്ങൾ വിജയം കാണാം. പുതിയ തൊഴിൽ ലഭിക്കാം. പ്രതീക്ഷിക്കാതെ തന്നെ സന്തോഷകരമായ വാർത്തകൾ, ശുഭകാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. കൂടാതെ പണം ഇറക്കിയുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്ക് അല്പം അനുകൂലമായി തീർന്നു എന്ന് വരാം. തൊടുന്നതായ കാര്യങ്ങൾ പൊന്നാക്കി മാറ്റുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് വന്നു ചേരുക. കടബാധ്യതകളുണ്ട് എങ്കിൽ പോലും അതിന് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്താനയോഗം വന്നു ചേരാം. പ്രണയ സാഫല്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരും. ധനലാഭം വന്നു ചേരും. തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് തിളങ്ങുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. പ്രശസ്തിയും അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്തും. ഐശ്വര്യത്തിന്റെ ദിവസങ്ങളാണ് എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ സമ്പാദ്യശീലം പോലും ആരംഭിക്കുവാൻ സാധിക്കുന്നതായ സമയമായി മാറും. ഐശ്വര്യം നൽകുന്നതായ പല കാര്യങ്ങളും അഥവാ പുതിയ കാര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങൾ പ്രവർത്തിക്കുന്നതായ കാര്യങ്ങളിൽ ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സമയമാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ പരമശിവനെ ആരാധിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ധാരയും പിൻവിളക്കും അതോടൊപ്പം കൂവളമാലയും ചാർത്തി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കും. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവശാൽ ഈ മാസം അനുകൂലം തന്നെയാകുന്നു. വളരെ കാലമായി നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു. പലവിധ തടസ്സങ്ങൾ, ദുഃഖ ദുരിതങ്ങൾ വന്നു ചേരുന്നു. ഉയർച്ചയില്ലാത്തതായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരും. നേട്ടങ്ങളോ അല്ലെങ്കിൽ ഗുണകരമായ കാര്യങ്ങളോ ഇല്ലാത്തതായ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും. സ്വപ്നത്തിൽ കാണുവാൻ സാധിക്കാത്തതായ ചില കാര്യങ്ങൾ വരെ സംഭവിക്കാം. ആർക്കു വേണ്ടി ജീവിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. മനപ്രയാസങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യം. ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങളും ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങളും വന്നു ചേരാം. ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും പലവിധ കുറ്റപ്പെടുത്തലുകളും നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. ഭാഗ്യദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ സൗഭാഗ്യങ്ങൾ പല വഴികളിലൂടെയും കടന്നു വരാം. ജോലി ലഭിക്കുക, ജോലി മാറ്റം, ബിസിനസ് പരമായ ഉയർച്ച, മികച്ച മാറ്റങ്ങൾ
ഏതൊരു കാര്യം ചെയ്യുകയാണ് എങ്കിലും പൂർണ്ണതയിൽ എത്തിക്കുവാൻ സാധിക്കുക. ഇത്തരത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി ജീവിതത്തിൽ സംഭവിക്കാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. നിങ്ങൾ തീർച്ചയായും ശ്രീകൃഷ്ണ ഭഗവാനെ ഈ സമയം ഭജിക്കണം. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഭഗവാന് പാൽപായസം നടത്തി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തുളസിമാല ചാർത്തുകയും നിങ്ങളുടെ പേരിൽ ഭാഗ്യസൂക്തം കൂടി നടത്തുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. സാധിക്കുന്ന ഏവരും തലയ്ക്കൊടിഞ്ഞ് ഒരു നാണയം കൂടി നടയിൽ വെച്ച് പ്രാർത്ഥിക്കുക.